കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മളപ്പോൾ ഈ സർഗം 6-ാം സർഗത്തിലത്തെ 9-ാമത്തെ ശ്ലോകം നമ്മുടെ കഴിഞ്ഞു. എന്താ വെച്ചാൽ ഇവരെ കണ്ടപ്പോൾ ശ്രീരാമനെയും ലക്ഷ്മണനെയും കണ്ടപ്പോൾ ജനക മഹാരാജാവ് വിശ്വാമിത്രനോട് ചോദിച്ചു, ഇവർ ദേവന്മാരെ പോലെ ഇരിക്കണമല്ലോ ഇവരെ രണ്ടുപേരെയും കണ്ടാൽ, ഈ മനുഷ്യ ശ്രേഷ്ഠന്മാർ ആരുടെ മക്കളാണ്? നരനാരായണന്മാരാണെന്ന് തോന്നും കണ്ടാൽ. ഇവരെ കണ്ടിട്ട് എൻ്റെ മനസ്സ് ആനന്ദ നിർഭരമാകുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ പ്രത്യുവാച മുനിപ്രീതോ ഹർഷയഞ്ജനകം തദാ പുത്രൗ ദശരഥസ്യൈതൗ ഭ്രാതരൗ രാമലക്ഷ്മണൗ. പ്രീതഃ മുനി മീൻസ് വളരെ സന്തോഷമായിട്ട് വിശ്വാമിത്ര മുനി തഥാ ജനകം ഹർഷയൻ ജനകനെ സന്തോഷിപ്പിക്കുമാറ് പ്രത്യുവാച മറുപടി പറഞ്ഞു. ഏതൗ രാമലക്ഷ്മണവും ഈ രാമലക്ഷ്മണന്മാർ ഭ്രാതരവും അവർ സഹോദരന്മാരാണ്, ദശരഥസ്യ പുത്രവും ദശരഥൻ്റെ പുത്രന്മാരുമാണ് പറഞ്ഞു. അപ്പോൾ വിശ്വാമിത്രൻ ആരാ ചോദിച്ചപ്പോൾ വിശ്വാമിത്രൻ ശരിക്കും ജനക മഹാരാജാവിനെ കേട്ടാൽ സന്തോഷമാവണ തരത്തിലുള്ള ഒരു ഉത്തരമാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഇവർ ശ്രീരാമനും ലക്ഷ്മണനുമാണ്, സഹോദരന്മാരാണ്, ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരാണ്. പ്രത്യുവാച മുനിപ്രീതോ ഹർഷയഞ്ജനകം തദാ പുത്രൗ ദശരഥസ്യൈതൗ ഭ്രാതരൗ രാമലക്ഷ്മണൗ. മഖ സംരക്ഷണാർത്ഥായ മയാ നീതൗ പിതു പുരാത് ആഗച്ഛൻ രാഘവോ മാർഗേ താടകം വിശ്വാഘാതിനിം. പിന്നെ ഇനി 16 വരെ ഒന്നിച്ചാട്ടോ. ശരേണൈകേന ഹതവാൻ നോദിതോ മേധി വിക്രമ തതോ മമാശ്രമം ഗത്വാ മമ യജ്ഞവിഹിംസകൻ. ഇതുവരെ ഉണ്ടായതൊക്കെ പറയണം. അതായത് താടകെ എന്താണ് യജ്ഞം രക്ഷിക്കാൻ കൊണ്ടുവന്നതാണ്. വഴിയിൽ താടകയെ കൊന്നു. ആ കഥ മുഴുവൻ പറയാം. സുബാഹുപ്രമുഖാൻ ഹത്വാ മാരീചം സാഗരേ ക്ഷിപദ് തതോ ഗംഗാതടേ പുണ്യേ ഗൗതമസ്യാശ്രമേ ശുഭേ ഗത്വാ തത്ര ശിലാരൂപാ ഗൗതമസ്യ വധൂ സ്ഥിതാ പാദപങ്കജ സംസ്പർശാത് കൃതാ മാനുഷരൂപിണീ. ദൃഷ്ട്വാഹല്യം നമസ്കൃത്യ തയാ സമ്യക് പ്രഭൂചിത ഇദാനിം ദ്രഷ്ടുകാമസ്തേ ഗൃഹേ മഹേശ്വരം ധനു പൂജിതം രാജഭിः സർവൈർദൃഷ്ടിമിത്യനുശുശ്രുവേ അതോ ദർശയ രാജേന്ദ്ര ശൈവം ചാപമനുത്തമം. ദൃഷ്ട്വായോധ്യാം ജിഗമിഷു പിതരം ദ്രഷ്ടുമിച്ഛതി. മലയാളം പോലുള്ള സംസ്കൃതമാണ് ഇതിൽ. മഖസംരക്ഷണാർത്ഥായ എന്നാൽ യാഗം രക്ഷിക്കാനായിട്ട് പിതൃപുരാത് അതായത് അച്ഛൻ്റെ രാജധാനിയിൽ നിന്ന് മയാ ആനീത എൻ്റെ കൂടെ വന്ന് ആഗച്ഛൻ രാഘവ എൻ്റെ കൂടെ വന്ന ഈ രാഘവൻ അല്ലെങ്കിൽ ശ്രീരാമൻ മാർഗേ എൻ്റെ ആശ്രമത്തിലേക്ക് എൻ്റെ കൂടെ വരുമ്പോൾ മാർഗത്തിൽ വിശ്വഘാതിനിയും താടക ലോകത്തെ മുഴുവൻ വിശ്വാഘാതിനിയും ലോകത്തെ മുഴുവൻ ഹിംസിക്കുന്ന ബുദ്ധിമുട്ടിക്കുന്ന താടകയെ മേ നോദിത ഞാൻ പറഞ്ഞത് കാരണം ഞാൻ പ്രലോഭിപ്പിച്ച കാരണം എന്താണ്? അതിവിക്രമ മഹാപരാക്രമിയായ രാമൻ ഏകേന ശരേണ ഒറ്റ ബാണം കൊണ്ട് ഹതവാൻ കൊന്നു.
അതാണ് ആദ്യതാണല്ലോ. ഞാൻ എൻ്റെ കൂടെ എൻ്റെ രാജ്യം സംരക്ഷിക്കാനായിട്ട് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു ദശരഥ മഹാരാജാവിൻ്റെ അനുവാദത്തോടു കൂട്ട് വരണ വഴിക്ക് താടകയെ ഒറ്റ അമ്പോണ്ട് ഹനിച്ചു. താടക എല്ലാവരും ഉപദ്രവിക്കണതാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് താടകയെ കൊന്നു. അതൊക്കെ നമ്മളിപ്പോൾ വായിച്ചതാണല്ലോ. പിന്നെയോ തഥാ മമ ആശ്രമം ഗത്വ, അതിനുശേഷം എൻ്റെ ആശ്രമത്തെ പ്രാപിച്ച് മമ യജ്ഞവിഹിംസകാൻ, എൻ്റെ യജ്ഞത്തിന് മുടക്കം, അതായത് എൻ്റെ യജ്ഞത്തിന് വിഘ്നം വരുത്തുന്നവരായ സുബാഹുപ്രമുഖാൻ ഹത്വ, സുബാഹുവിനെയും മറ്റുള്ളവരെയൊക്കെ കൊന്ന് മാരീചം സാഗരെ അക്ഷിപത്, മാരീചനെ സമുദ്രത്തിലേക്ക് അയച്ച് പേടിച്ച് വരാണ്ടിരുന്നില്ല പുറത്തൊക്കെ, കൊന്നില്ല മാരീചനെ. തഥാ പുണ്യേ ഗംഗാതടേ, അതിനുശേഷം ഗംഗാതീരത്തിൽ ശുഭേ ഗൗതമസ്യ ആശ്രമേ, വളരെ മംഗളകരമായിട്ടുള്ള ഗൗതമൻ്റെ ആശ്രമത്തിൽ ഗൗതമസ്യ വധു ശിലാരൂപസ്ഥിത, ഗൗതമൻ്റെ പത്നി ഒരു കല്ലായിട്ട് അവിടെ നിൽക്കുന്നതിനെ പാദകമല സംസ്പർശ, പാദകമലം കൊണ്ട് തൊട്ടിട്ട് മാനുഷ്യരൂപിണി കൃത്വ, അതായത് ശാപമോക്ഷം കൊടുത്തിട്ട് മനുഷ്യരൂപം നൽകി അഹല്യന്യായി. അഹല്യാം ദൃഷ്ട, എന്നിട്ട് ശാപമോക്ഷം ലഭിച്ച് ആ പിന്നെ ശില അഹല്യ ആയപ്പോൾ അവളെ ദർശിച്ച് നമസ്കരിച്ച് തയാ സമ്യക് പ്രപൂജിത, അവളാൽ വേണ്ട പോലെ പൂജിക്കപ്പെട്ടവനായിട്ട് ഇതാനും ഇപ്പോൾ തേ ഗൃഹേ, അങ്ങയുടെ ഗൃഹത്തിൽ പൂജിക്കപ്പെട്ട മഹേശ്വരം ധനുഹു, അതായത് ഈ ശിവൻ്റെ വില്ല് ദൃഷ്ടുകാമ, കാണാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് ഈ ശ്രീരാമൻ, ഞാൻ അവിടുന്ന് കൊണ്ടുവരികയാണ്, ശ്രീരാമന് അങ്ങ് പൂജിക്കുന്ന ആ ശിവൻ്റെ വില്ല് കാണാൻ ആഗ്രഹിക്കുന്നു. സർവൈഹി രാജഭി, സർവ്വരാജാക്കന്മാരാൽ ദൃഷ്ടം ഇതി അനുശുശ്രുവേ, അനവധി രാജാക്കന്മാർ വന്ന് കണ്ടിട്ടുണ്ട്, അത് കൊലയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടേ. അതഹ രാജേന്ദ്ര, അതുകൊണ്ട് ഹേ രാജശ്രേഷ്ഠ, അല്ലെങ്കിൽ ജനകനോട് പറയണം വിശ്വാമിത്രനെ, ഹേ ജനമഹാരാജാവേ, അനുത്തമം ശൈവം ചാപം, ആ അത്യുത്തമമായിട്ടുള്ള ആ ശിവൻ്റെ ചാപത്തെ ദർശയ, ഒന്ന് കാട്ടിക്കൊടുക്കൂ ശ്രീരാമന്. ദൃഷ്ട, കണ്ടിട്ട് അയോധ്യാം ജിഗമിഷു, അയോധ്യയെ ഗമിക്കാൻ ഉള്ളവനായിട്ട് പിതരം ദൃഷ്ടും ഇച്ഛതി, അതായത് അത് കണ്ടിട്ട് അയോധ്യയിലേക്ക് മടങ്ങിപ്പോണിച്ചിട്ടാണ് എന്ന് പറഞ്ഞു. അതാണ്. അപ്പം അത്രേ ഉള്ളൂ. ഇതുവരെയുള്ള കഥ ശരിക്കും പറഞ്ഞു. അങ്ങനെ ഉണ്ടായത്. വിശ്വാമിത്രനെ യാഗം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇവരെ കൊണ്ടുവന്നു, വഴിയിൽ താടകയെ കൊന്നു, സുബാഹുവിനെയും ബാക്കി അസുരന്മാരെയും കൊന്ന് യാഗം രക്ഷിച്ചു. മാരീചൻ സമുദ്രത്തിൽ പോയി ഒളിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഗംഗാതടത്തിലെത്തിയപ്പോൾ അവിടെ ഗൗതമൻ്റെ ആശ്രമത്തിൽ അഹല്യ, കല്ലായി നിൽക്കുന്ന അഹല്യയെ പാദം കൊണ്ട് സ്പർശിച്ച് ശാപമോക്ഷം കൊടുത്ത് അഹല്യനെ ആക്കി. ആ അഹല്യെ നമസ്കരിച്ച് ഞങ്ങളിത് അപ്പോൾ അങ്ങയുടെ രാജധാനിയിലുള്ള ശിവചാപം കാണാൻ വന്നടക്കുകയാണ്, അതൊന്ന് കാണിച്ചു കൊടുക്കൂ, അത് കഴിഞ്ഞിട്ട് അയോധ്യയിലേക്ക് തന്നെ അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകണം, അതല്ലേ പറഞ്ഞ. ഇനി അപ്പം നമുക്ക് ഈ 11 തൊട്ട് 16 കൂടി ഒന്ന് വായിക്കാം. മഖസംരക്ഷണാർത്ഥായ മയാനീതൗ പിതൃപുരാത് ആഗച്ഛൻ രാഘവോ മാർഗേ താടകം വിശ്വാഖാദിനിം ശരൈണേകേന ഹതവാൻ നോദിതോ മേധി വിക്രമ തതോ മമാശ്രമം ഗത്വാ മമ യജ്ഞവിഹിംസകാൻ സുബാഹുപ്രമുഖാൻ ഹത്വാ മാരീചം സാഗരേ ക്ഷിപദ് തതോ ഗംഗാതടേ പുണ്യേ ഗൗതമസ്യാശ്രമേ ശുഭേ ഗത്വാ തത്ര ശിലാരൂപാ ഗൗതമസ്യ വധൂഃ സ്ഥിതാ പാദപങ്കജ സംസ്പർശാദ് കൃതാ മാനുഷരൂപിണി ദൃഷ്ട്വാഹല്യാം നമസ്കൃത്യ തയാ സമ്യക് പ്രഭൂജിത ഇദാനിം ദ്രഷ്ടുകാമസ്തേ ഗൃഹേ മാഹേശ്വരം ധനു പൂജിതം രാജഭിഃ സർവൈർദൃഷ്ടിമിത്യനുശുശ്രുവേ അതോ ദർശയ രാജേന്ദ്ര ശൈവം ചാപമനുത്തമം ദൃഷ്ട്വായോധ്യം ജിഗമിഷു പിതരം ദ്രഷ്ടുമിച്ഛതി. ഇനി 17. ഇത്യുക്തോ മുനിനാ രാജാ പൂജാർഹാ വിധി പൂജയാ
പൂജയാമാസ ധർമ്മജ്ഞോ വിധിദൃഷ്ടേന കർമ്മണ. ഇതി മുനിന ഉക്ത. ഇങ്ങനെ മുനി പറഞ്ഞപ്പോൾ എന്താ ചെയ്ത? ധർമ്മജ്ഞ രാജ, ധർമ്മജ്ഞനായിട്ടുള്ള രാജാവ്, അതായത് ജനക മഹാരാജാവ്, പൂജാർഹൗ ഇതി, ഇവർ വളരെയധികം പൂജ്യന്മാരാണെന്ന് മനസ്സിലാക്കിയിട്ട് വിധി ദുഷ്ടേന കർമ്മണ പൂജയ, ശാസ്ത്രവിഹിതമായിട്ടുള്ള, വിധിച്ചപ്പെട്ട ശാസ്ത്രത്തിൽ പറഞ്ഞ കർമ്മങ്ങളോടൊക്കെ കൂടിയിട്ട് പൂജയാൽ, അങ്ങനെ വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ ശരിക്ക് വേദത്തിൽ വിധിച്ച പോലുള്ള പൂജ കൊണ്ട് പൂജയാമാസ, ഇവരെ പൂജിച്ചു. ആരെ? ശ്രീരാമനെ ലക്ഷ്മണനെ. ഇനി തഥ സംപ്രേഷയാമാസ മന്ത്രിണം ബുദ്ധി മത്തരം. അതിനുശേഷം മന്ത്രിണം, അതായത് അതിബുദ്ധിശാലിയായിട്ടുള്ള മന്ത്രിയെ സംപ്രേഷയാമാസ, അയച്ചു, വരാൻ പറഞ്ഞു. എന്നിട്ട് ജനകൻ പറയണം, തഥാ സംപ്രേഷയാമാസ മന്ത്രിണം ബുദ്ധിമുത്തമം, വളരെ ബുദ്ധിമാനായിട്ടുള്ള മന്ത്രി ഉണ്ട്, ആ മന്ത്രി ആളെ അയച്ചു വരുത്തി. ഇനി ജനക ഉവാച ശീഘ്രമാനയ വിശ്വേശചാപം രാമായ ദർശയ. എന്നിട്ട് മന്ത്രിയോട് പറഞ്ഞു, എന്താ പറഞ്ഞ? ജനക ഉവാച എന്താ പറഞ്ഞ? വിശ്വേശചാപം, അതായത് ശ്രീ പരമശിവൻ്റെ ആ വില്ലിനെ ശീഘ്രം ആനയ, വേഗം വരുത്തും ഇങ്ങടെ. എന്താ വെച്ചാൽ രാമായ ദർശയ, രാമന് കാട്ടിക്കൊടുക്കാനാണ്, ആ വില്ല് ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവരൂ എന്ന് മന്ത്രിയോട് ഏൽപ്പിച്ചു. കൊണ്ടുവരിക്കാൻ കുറേ ആൾക്കാരൊക്കെ എടുത്ത് കൊണ്ടുവരണേ, വലിയ വില്ലാണ്, അപ്പം അനവധി ആൾക്കാർ വേണ്ടിയിരുന്നു, കൊണ്ടുവരാൻ ഭൃത്യന്മാർ അനവധി വേണ്ടിയിരുന്നു. അതാണ് മന്ത്രിയോട് ആ ഭാര്യ ഏൽപ്പിച്ചു, ഇങ്ങോട്ട് കൊണ്ടുവരൂ, ശ്രീരാമന് കാണാനാണെന്ന്. ശീഘ്രമാനയ വിശ്വേശചാപം രാമായ ദർശയ. ഇനി 19. തതോ ഗതേ മന്ത്രിവരേ രാജ കൗശികമബ്രവീത് യദി രാമോ ധനുർധൃത്വാ കോട്യാമാരോപയേത് ഗുണം തദാ മയാത്മജാ സീതാ ദീയതേ രാഘവായ ഹി തഥേതി കൗശികോപ്യാഹ രാമം സംവീക്ഷ്യ സസ്മിതം. തതഃ മന്ത്രിവരെ ഗതേ. അതിനുശേഷം ആ മന്ത്രി പോയപ്പോൾ രാജാ കൗശികം അബ്രവീത്. അപ്പോൾ രാജാവ് വിശ്വാമിത്രനോട് പറഞ്ഞു, രാജാ കൗശികം അബ്രവീത് എന്ന് പറഞ്ഞാൽ വിശ്വാമിത്രനോട് രാജാവ് പറഞ്ഞു. എന്താ പറഞ്ഞ? രാമ ധനു ധൃത്വ, രാമൻ ധനുസ്സിനെ എടുത്തിട്ട് കോട്യ ഗുണം ആരോപയേദ്യതി, അതായത് രാമൻ വില്ല് കൊലച്ച് അമ്പൊന്ന് തൊടുക്കണം എന്ന് പറഞ്ഞു. അതാണ് രാമൻ ധനുസ്സിനെ എടുത്തിട്ട് കോട്യാം ഗുണം ആരോപയത്. ഗുണം ച കയറാണ്, അതായത് വില്ല് വലിച്ച അമ്പ് കെട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ ആരോപയതി, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ രാമന് ആ വില്ലെടുത്ത് വലിച്ച് ഞാണ് കെട്ടി അമ്പ് വെച്ച് വലിക്കാൻ സാധിച്ചു വെച്ചാൽ എന്താ, അഗ്രത്തിൽ, അതായത് അതിൻ്റെ അഗ്രത്തിൽ ഞാണിനെ ബന്ധിച്ചാൽ സാധിച്ചു വെച്ചോട്ടെ, ആത്മജ സീത, എൻ്റെ പുത്രിയായിട്ടുള്ള സീതയെ മയ ദീയതേഹി, എന്നാൽ ഞാൻ രാഘവന് കൊടുക്കാം. ഞാൻ ഈ വില്ല് കൊലച്ച് അമ്പ് വലിച്ച് കെട്ടിച്ചോട്ടെ, എന്നാൽ ഞാൻ എൻ്റെ മകളായിട്ടുള്ള സീതയെ ശ്രീരാമന് കൊടുക്കാം. നിശ്ചയം, തീർച്ചയായിട്ടും. കൗശിക അഭി വിശ്വാമിത്രരും രാമം സസ്മിതം വീക്ഷ്യ, രാമനെ ചിരിച്ചും കൊണ്ട് വീക്ഷിച്ചിട്ട് തഥാ ഇതി ആഹ, അപ്രകാരം തന്നെ എന്ന് പറഞ്ഞു. ശരി പറഞ്ഞു. രാമനെ നോക്കി ചിരിച്ചും കൊണ്ട് പറഞ്ഞു. എന്താ അറിയോ? അപ്പോൾ ഈ മന്ത്രി ഭൃത്യന്മാരെയൊക്കെ കൂട്ടി ആ ശിവൻ്റെ ചാപം കൊണ്ടുവരാൻ പോയ സമയത്ത് രാജാവ് വിശ്വാമിത്രമുനിയോട് പറഞ്ഞു, നോക്കിപ്പോൾ അവർ ചാപം കൊണ്ടുവരും, അപ്പോൾ ശ്രീരാമൻ ആ ചാപം എടുത്തിട്ട് പിടിച്ച ഞാൻ വലിച്ച് കെട്ടാൻ സാധിച്ചു വെച്ചാൽ, ആ ശിവചാപം എടുത്തിട്ട് ഞാൻ വലിച്ച് കെട്ടിയാൽ ഞാൻ എൻ്റെ പുത്രിയായിട്ടുള്ള സീതയെ തീർച്ചയായിട്ടും ശ്രീരാമന് വിവാഹം കഴിച്ച് കൊടുക്കും. അങ്ങനെ അത് കേട്ടപ്പോൾ വിശ്വാമിത്ര മുനിയും രാമനെ നോക്കി ചിരിച്ചും കൊണ്ട് ശരി അങ്ങനെ ആവട്ടെ
അതായത് വിശ്വാമിത്രന് വിരോധമില്ല. വിശ്വാമിത്രൻ്റെ അനുവാദത്തോടു കൂടി ശ്രീരാമൻ പിന്നെ ഞാൻ വലിച്ച് കെട്ടിക്കോട്ടെ എന്ന് പിന്നെ ചിരിച്ചും കൊണ്ട്, ശ്രീരാമനെ നോക്കി ചിരിച്ചും കൊണ്ട് അങ്ങനെ ആവട്ടെ എന്ന് വിശ്വാമിത്രൻ എഗ്രി ചെയ്തു. അപ്പോൾ പിന്നെ 19-20 തതോ ഗതേ മന്ത്രിവരേ രാജാ കൗശികമബ്രവീദ് യദി രാമോ ധനുർധൃത്വാ കോട്യാമാരോപയേത് ഗുണം. ഗുണം ഇതാണ് കേട്ടോ ആ വില്ലിൽ കെട്ടണ കയറി. തഥാ മയാത്മജാ സീതാ ദീയതേ രാഘവായ ഹി തഥേതി കൗശികോപ്യാഹ രാമം സംവീക്ഷ്യ സസ്മിതം. ഇനി 21. ശീഘ്രം ദർശയ ചാപാഗ്ര്യം രാമായാമിത തേജസേ. രാമായ അമിത തേജസ് എന്നാണ്. അതായത് ഏവം ബ്രുവതി മൗനീശ ആഗതാശ്ചാപവാഹകാഹ. അമിത തേജസ്സേ രാമായ, അതായത് അത്യന്തം തേജസ്സോടുകൂടിയ രാമനായിക്കൊണ്ട് ശീഘ്രം ചാപാഗ്ര്യം ദർശയ, വേഗം ആ ചാപത്തിനെ കാണിച്ചു കൊടുക്കൂ. മൗനീശേ ഏവം ബ്രുവത്, ഇങ്ങനെ വിശ്വാമിത്രൻ പറഞ്ഞപ്പോൾ പാപവാഹകാക, അതായത് ഈ ചാപം എടുത്തു വന്നോര് ആഗതാഹ വന്നു ചേർന്നു. അതായത് വിശ്വാമിത്രൻ പറഞ്ഞപ്പോൾ അമിത ബലവൻ, അതായത് അത്യന്തം തേജസ്സോട് കൂടിയിട്ടുള്ള രാമന് ആ ചാപത്തിനെ, ശിവന്റെ ചാപം വേഗം കാണിച്ചു കൊടുക്കൂ എന്ന് മുനി പറഞ്ഞപ്പോഴേക്കും വിശ്വാമിത്രൻ അത് പറഞ്ഞു. ഓക്കെ, എന്നാ അങ്ങനെ ആയിക്കോട്ടെ, വില്ലെടുത്ത് പിന്നെ ഞാനെടുത്ത് വലിച്ചോട്ടെ എന്ന് സമ്മതിച്ചിട്ട് പിന്നെ പറഞ്ഞു, എന്നാൽ വേഗം ശ്രീരാമൻ ആ പിന്നെ ശിവന്റെ ചാപം കാണിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോഴേക്കും ഈ മന്ത്രി പോയി ഭൃത്യന്മാരെയും കൊണ്ട് വില്ലെടുത്ത് അവർ വന്നു, അവിടെ എത്തി. അത് പറഞ്ഞപ്പോഴേക്കും എത്തി അവിടെ. ശീഘ്രം ദർശയ ചാപാഗ്ര്യം രാമായാമിത തേജസേ ഏവം ബ്രുവതി മൗനീശ ആഗതശ്ചാപവാഹകാഹ. അപ്പോൾ ഇനി എന്താ അറിയോ? 22. ചാപം ഗൃഹീത്വാ ബലിന പഞ്ചസാഹസ്രസംഖ്യകാ ഖണ്ഡാശതസമായുക്തം മണിവജ്രാദിഭൂഷിതം. ഖണ്ഡാശതസമായുക്തം, അനേകം മണികൾ തൂക്കിയിട്ടുണ്ട് ആ ചാപത്തമ്പിലെ. മണിവജ്രാദിഭൂഷിതം, രത്നം വജ്രം ഇതുകൊണ്ടൊക്കെ അലങ്കരിക്കപ്പെട്ടിരുന്നു. അനവധി മണി തൂങ്ങിക്കിടക്കുന്നുണ്ട്. പിന്നെയോ ചാപം ഗൃഹീത്വ, ആ ചാപം അങ്ങോട്ട് എടുത്തിട്ട് സാധാരണക്കാർക്കൊന്നും എടുത്തു പൊക്കാൻ പറ്റുന്ന ചാപമല്ലാതെ ശിവന്റെ ചാപാണ്. അത് നിഷ്പ്രയാസം എടുത്തിട്ട് ബലിനഹ പഞ്ചസാഹസ്രസംഖ്യകാഹ, 5000 ആള് കൂടി കൊണ്ടുവന്ന് വെച്ച ആ ചാപം, 5000 ഭൃത്യന്മാർ വേണ്ടി വന്നു ആ ചാപം അങ്ങോട്ട് കൊണ്ടുവരാൻ. ആ ചാപം എന്ത് ചെയ്തു? ചാപത്തെ ഗ്രഹിച്ചിട്ട് അനേകം മണികൾ കെട്ടിയിട്ടുണ്ട്. വജ്രാതി രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച ആ ധനുസിനെ വഹിച്ചുകൊണ്ട് ആ ഭയങ്കര ശക്തിയുള്ള 5000 പേര് അവിടെ എത്തി. അതായത് കൊണ്ടുവന്നു. എത്ര പേരാ അത് കൊണ്ടുവരാൻ പിന്നെ വേണ്ടി വന്നതറിയുമോ? 5000 പേര് ഒന്നിച്ച് താങ്ങിയിട്ടാണ് ആ ഇത് അവിടെ കൊണ്ടുവന്ന് വെച്ചത്. ചാപം ഗൃഹീത്വ, അതെടുത്തിട്ട് 5000 ആൾക്കാർ വേണ്ടിയിരുന്നു ഗൃഹീത്വ എടുക്കാൻ വേണ്ടിയിട്ട്. ബലിന പഞ്ചസാഹസ്രസംഖ്യകാ ഖണ്ഡാശതസമായുക്തം മണിവജ്രാദിഭൂഷിതം. മണിവജ്രങ്ങളൊക്കെ ഭൂഷിതാണ്, കിലുങ്ങണ മണിയുണ്ട്. എന്നിട്ടോ 23 24 കൂടിയും ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ദർശയാമാസ രാമായ മന്ത്രി മന്ത്രവതാം വര ദൃഷ്ട്വാ രാമ പ്രഹൃഷ്ടാത്മാ ബദ്ധ്വാ പരികരം ദൃഢം ഗൃഹീത്വാ വാമഹസ്തേന ലീലയാ തോലയൻ ധനു ആരോപയാമാസ ഗുണം പശ്യൽ സ്വഖില രാജസു. എന്താ അറിയോ? മന്ത്രപ്രദാം വരഹ മന്ത്രി, ആ മന്ത്രി രാമായ ദർശയാമാസ, രാമനായിക്കൊണ്ട് ആ ചാപം കാണിച്ചു കൊടുത്തു. രാമ ദൃഷ്ട്വ, രാമൻ ആ ചാപം കണ്ടിട്ട്
പ്രഹൃഷ്ടാത്മാ സന്തോഷിച്ച മനസ്സോടുകൂടി. പ്രഹൃഷ്ടാത്മാച്ച എന്താ? ഇവിടെ ആത്മാച്ച മനസ്സാ, പ്രഹൃഷ്ടാത്മാച്ച സന്തോഷമായി അത് കണ്ടിട്ട്. പരികരം ദൃഢം ബദ്ധ്വ അരക്കെട്ടിൽ വസ്ത്രം അങ്ങോട്ട് മുറുക്കി കെട്ടി, തൻ്റെ വസ്ത്രം ഒന്ന് മുറുക്കി കെട്ടി. ലീലയാ വാമഹസ്തേന ധനു ഗൃഹീത്വ, ലീലയായിട്ട് ഒരു കളിയായിട്ട് അയത്നായിട്ട് വളരെ എഫർട്ട്ലെസ് ആയിട്ട് ഇടത്തെ കൈകൊണ്ട് ഒരു 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 കളിപ്പാട്ടം എടുക്കണ പോലെ അങ്ങോട്ട് എടുത്ത് കൈ പിടിച്ചിട്ട് തോലയൻ തൂക്കുന്നവനായിട്ട് പിടിച്ച് തൂക്കി. അഖില രാജസ്യ പശ്യൽസു, എല്ലാ രാജാക്കന്മാരും നോക്കി നിൽക്കേ. ഗുണം ആരോപയാമാസ, ഞാനങ്ങോട്ട് ബന്ധിച്ചു, വലിച്ചങ്ങോട്ട് കെട്ടി. അത്ഭുതമല്ലേ? 5000 ഭൃത്യന്മാർ വേണ്ടി വന്നു അതവിടെ കൊടന്നു വയ്ക്കാൻ. ആ കൊടന്നു വെച്ച ചാപത്തിനെ മന്ത്രി കാണിച്ചു കൊടുത്തു. അതാണ് ശിവചാപം എന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി ശ്രീരാമൻ. അത് കണ്ടിട്ട് വേഗം ഒരു കളിപ്പാട്ടം എടുക്കണ ലാഘവത്തോടെ അത്ര അയത്നായിട്ട് ഇടത്തെ കൈ കൊണ്ട് അതെടുത്തങ്ങോട്ട് പൊക്കി തൂക്കി. എന്നിട്ട് ഒരു വിഷമവും ഇല്ലാതെ എല്ലാ രാജാക്കന്മാരും നോക്കി നിൽക്കേ. അഖില രാജസു പശ്യൽസു, നോക്കി നിൽക്കേ. ഗുണം ആരോപയാമാസ പറഞ്ഞില്ലേ, അതായത് ഞാൻ കെട്ടിയങ്ങോട്ട് വലിച്ചു എന്ന്. അത്ര ഒരു സമയം ആലോചിക്കും കൂടി വേണ്ടി വന്നില്ല. എടുത്തു ഖനം അത്ര ഒരു എന്താ പറയുക, ഒരു കടലാസൊക്കെ നമ്മൾ എടുക്കണ പോലെ എടുത്തിട്ട് പൊക്കി അങ്ങോട്ട് പിടിച്ചു, തൂക്കി എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് എല്ലാവരും നോക്കി നിൽക്കണം. ഞാനങ്ങോട്ട് വലിച്ച് കെട്ടി. ആലോചിച്ച് നോക്കൂ. ഇനി 25 കൂടിയും കഴിഞ്ഞാൽ നമ്മൾ നിർത്തേണ്ടി വരും. ഈഷദാകർഷയാമാസ പാണിന ദക്ഷിണേന സ ഭഭഞ്ജാഖില ഹൃത്സാരോ ദിശ ശബ്ദേന പൂരയൻ. ഇടത്തെ കൈകൊണ്ട് വില്ല് പിടിച്ചിട്ട് വലത്തെ കൈകൊണ്ട് ഞാനങ്ങോട്ട് വലിച്ചു വിട്ടു. ദക്ഷിണേന പാണിന, വലത്തെ കൈകൊണ്ട് ഈഷദ് ആകർഷയാമാസ, അല്പം ആകർഷിച്ച് ശബ്ദേന ദിശ പൂരയൻ, ദിക്കുകളെ മുഴുവൻ ശബ്ദം കൊണ്ട് വിറപ്പിച്ചുകൊണ്ട് അഖില ഹൃത്സാര, എല്ലാവരുടെയും ഹൃദയത്തിലുള്ള ബലത്തോടു കൂടിയവനായ, കാരണം എല്ലാവരുടെയും ഈശ്വരനാണല്ലോ, അപ്പോൾ എല്ലാവരുടെ ബലമുണ്ട്. ഈ ലോകത്തിൻ്റെ മുഴുവൻ ബലമുള്ള ബഭഞ്ച, അവൻ പൊട്ടിച്ചു. എന്താ പറഞ്ഞ വെച്ചാൽ ഇടത്തെ കൈകൊണ്ട് വില്ല് പിടിച്ച് വലത്തെ കൈ കൊണ്ട് ഞാണ് വലിച്ചു വിട്ടു. ആ ഞാണങ്ങോട്ട് വലിച്ചു വിട്ടപ്പോൾ ആ ശബ്ദം കൊണ്ട് ഈ അന്തരീക്ഷം മുഴുവൻ നിറഞ്ഞു, ശബ്ദമുഖരിതമായി. ഹിരണ്യഗർഭൻ മുതലായി ബ്രഹ്മാണ്ടത്തിലുള്ള സകലരുടെയും ബലത്തോടു കൂടിയിട്ടുള്ള ആ രാമൻ ഈ ദൃശ്യപ്രപഞ്ചത്തിലത്തെ എല്ലാ ജീവികളുടെ ആത്മാവാണല്ലോ. അത് കാരണം എല്ലാവരുടെ ബലമുണ്ട്. ബ്രഹ്മാണ്ടത്തിലുള്ള സകലരുടെയും ബലത്തോടു കൂടിയ രാമൻ ആ ചാപത്തെ ഞാൻ വലിച്ച് പൊട്ടിച്ചു. ഭഭഞ്ച, ഞാൻ വലിച്ച് വില്ലങ്ങോട്ട് പൊട്ടിച്ചു എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. എന്നിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം അടുത്തതിൽ നമുക്ക് കുറച്ച് എഴുത്തച്ഛൻ്റെതിലേക്കും പോവാട്ടോ. അപ്പം നമുക്ക് ഇവിടെ ഇത് വായിച്ച് നിർത്താം. ഈഷദാകർഷയാമാസ പാണിന ദക്ഷിണേന സ ഭഭഞ്ജാഖില ഹൃത്സാരോ ദിശ ശബ്ദേന പൂരയൻ. അന്തരീക്ഷം ശബ്ദമുഖരിതായി. പിന്നെ ഞാൻ വലിച്ച് വില്ല് ഒടിച്ചു. അത്ഭുതം. ഇതുവരെ എത്രയോ രാജാക്കന്മാരെ രാവണനടക്കം വന്ന് നോക്കിയതാണ്, ഒരൊറ്റ ആൾക്ക് പറ്റിയിട്ടില്ല. ഇതൊരു കളിപ്പാട്ടം പോലെ എടുത്ത് വലിച്ചു, കൊലച്ചു, പൊട്ടിച്ചു. അപ്പം നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.